കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന അപേക്ഷ സുപ്രീം കോടതി തള്ളി. 2 ദിവസം മാത്രം നീട്ടി നൽകി. ഇത് രാഷ്ട്രീയ ആയുധമാക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. നേരത്തെ കോടതി ഒരാഴ്ച നീട്ടിയിരുന്നു. ക്രിസ്മസ് അവധിയും മറ്റും വരാൻ പോവുകയാണ്. അതിനാൽ 2 ആഴ്ച കൂടി നീട്ടണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടക്കം വാദം കേട്ട ശേഷമാണ് 2 ദിവസം കൂടി നീട്ടാമെന്ന് 2 ആഴ്ച നീട്ടാനാകില്ല എന്നും കോടതി അറിയിച്ചത്. സമയപരിധി ഒരാഴ്ച കൂടി നീട്ടിയിരുന്നെന്നും 97% ഫോമുകളും ഇതിനോടകം തന്നെ തിരികെ വന്നിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ 20 ലക്ഷം പേരെങ്കിലും ഫോമുകൾ നൽകാനുണ്ടെന്നും വോട്ടർ പട്ടികയിൽ കുറെ പേർ ഇടം നേടാനുണ്ടായിരുന്നു എന്നാണ് സർക്കാരിന്റെ വാദം. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. SIR നടപടികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ടു പോകാമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിടുന്നു. തുടർന്ന് ഒരാഴ്ച നീട്ടണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഫോം ഡിസംബർ 18 വരെ സ്വീകരിക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ഇത് പ്രകാരം കരട് പട്ടിക 23-നും അന്തിമ പട്ടിക ഫെബ്രുവരി 21-നും പ്രസിദ്ധീകരിക്കുന്നതാണ്.